കുമ്പിടി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നിരാമയ പുനരധിവാസ കേന്ദ്രത്തിൽ ഇന്ന് നടന്ന പകൽവീടിൽ ഡേ കെയർ അംഗങ്ങളും ഭിന്നശേഷി സുഹൃത്തുക്കളും ഫിസിയോതെറാപ്പി അംഗങ്ങളും നമ്മുടെ മെമ്പർമാരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. UT ഗോവിന്ദൻ നായർ, KT മാധവൻ നായർ എന്നിവർ ഇന്നത്തെ പകൽ വീട്ടിലെ അതിഥികളായിരുന്നു. പാലിയേറ്റീവ് മെമ്പർമാരായ CT സേതലവി, UK മുഹമ്മദ് റാഫി, K സുബ്രഹ്മണ്യൻ, M കാർത്തിയായനി, പ്രഭ ജോയ്, റംല ഇബ്രാഹിം, കബീർ, സുബൈർ, കൃഷ്ണകുമാർ, സതീശൻ മാസ്റ്റർ, ബിന്ദു തുടങ്ങി നിരവധി വളണ്ടിയർമാർ ഇന്നത്തെ പകൽ വീടിൽ സംബന്ധിച്ചു. ടീച്ചറും കവയിത്രിയുമായ ഭിന്നശേഷി സുഹൃത്ത് കുമാരി ഷാജിറ മേലഴിയത്തിന്റെ നേതൃത്വത്തിൽ കുസൃതി ചോദ്യങ്ങളും കടങ്കഥകളും കവിതാ ആലാപനവും നടന്നു. പഠിച്ചത് എന്തൊക്കെയായി അവളെന്നെ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷാജിറ, മേലഴിയത്താണ് വീട്. ഞാൻ എപ്പോഴും നിരാമയിൽ വരാറില്ല, പക്ഷെ വരുന്നതൊക്കെ എൻ്റെ ചേച്ചിയും കൂടെ ഉണ്ട്. ഇവരെവിടെ പോകുമ്പോഴേ എന്നെ കണ്ടു. ഞാനിങ്ങനെ ആദ്യമൊക്കെ ആത്മഹത്യയിൽ വരാനൊക്കെ നല്ല മടിയായിരുന്നു. പിന്നെ ഇങ്ങനെ പോയിട്ട് ഇതൊക്കെ നല്ല ശീലമായി. എനിക്ക് പോണതാണ് ഇഷ്ടം, വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ല. പിന്നെ ഇതൊരു മാഷാണ് എന്നെ +2 പഠിപ്പിച്ചിട്ട് സതീഷ് സാറ്. കാരണം മലയാളം ക്ലാസ് കണ്ടപ്പോൾ ഞാൻ അതാണ് ഓർത്തത്. പക്ഷെ മലയാളത്തില് പാട്ട് പഠിക്കുന്നത്, പാടെടുക്കുന്നതിനിടയിൽ കഥ പറഞ്ഞത്, മോട്ടിവേഷൻ തരുന്നതൊക്കെ ഞാൻ ഈ സമയത്ത് മാഷിനെ കണ്ടപ്പോൾ ക്ലാസ്സിലൂടെ ഓർമ്മ പോകുമായിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷം. ഇതുപോലെ നിരാമയ പോലുള്ള ഒരു നമ്മളെ ചേർത്ത് പിടിക്കാന്, അല്ലെങ്കിൽ നമ്മളൊന്നും എല്ലാവരും വിചാരിച്ച് നമ്മുടെ വീടിന്റെ മുറിയിൽ ആരില്ലാതെ ഇരിക്കുമ്പോ ഇതുപോലുള്ള നിരാമയ പോലുള്ള ഒരുപാട് മനുഷ്യരുടെ ചേർത്ത് പിടിക്കൽ എത്ര ആശ്വാസമാണല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിങ്ങനെ കാണുമോ, നമ്മൾ ഒരുമിച്ച് കാണില്ലല്ലോ, ഒരിക്കലും കാണില്ല. ഞാനൊക്കെ ഏറ്റവും അധികം പഠിച്ചിട്ട് പുറത്തിറങ്ങാനും മാർക്കുള്ളത്തെ കാണാനൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇതുപോലുള്ള മനുഷ്യന്മാരുടെ ചേർത്ത് പിടിക്കലും മനുഷ്യ കൂട്ടായ്മകളൊക്കെ പങ്കെടുക്കുമ്പോ എത്രയാണ് സന്തോഷം പറഞ്ഞറിയാൻ പറ്റാത്ത അനുഭവമാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഞാൻ ആൺമല DLED കഴിഞ്ഞു. ടീച്ചറായിരുന്നു അറിയാം. എനിക്ക് എല്ലാം ഉള്ള സുഖമായിരുന്നു. ഓസ്റ്റോജിന്റെ സിംബർ ഫെബ്രൽ എന്ന് പറയുന്നത്, അതായത് ഒരുപാട് തവണ എല്ലോടിയിട്ടുണ്ട്. എന്റെ സൗണ്ട് കേൾക്കുമ്പോഴും അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെറുതെ ഒന്ന് ചെരിഞ്ഞ് വീണാനൊക്കെ എല്ലുണ്ട്. അപ്പൊ എത്ര തവണ പൊട്ടിപ്പോയെന്ന് വെച്ചാൽ അറിയില്ല. ഓരോ തവണ പൊട്ടുമ്പോഴും പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ്
വോയിസ് ഇക്കോ വോയിസ് നമുക്ക് ചെയ്യാതെ 1 2 3 4 5 6 7 8 2 കൈകളുടെ നമ്മള് ചെയ്തില്ലേ. ഇനി നമ്മളെന്താ ചെയ്യുന്നത്? ഇനി നമ്മള് കൈകളൊക്കെ വിരലുകളൊക്കെ ഇങ്ങനെ മടക്കി ഫ്രണ്ടിലേക്ക് ഒന്നിങ്ങനെ മടക്കട്ടെ. 2 കൈകളും ഇങ്ങനെ ആക്കിയ ഒന്ന് മടക്കുക, തിരിച്ചു മടക്കുക. ഇതേപോലെ 1 2 3 4 5 6 7 2 കൈ ചെയ്തില്ലേ. നമുക്ക് ചെയ്യാൻ തുടങ്ങിയ മയക്ക വേണ്ടിട്ടുണ്ടെങ്കിൽ